ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടല്ലോ. ഇവിടെ കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് പുറത്ത് മറിക്കലാണല്ലോ. തുടക്കത്തിൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, പക്ഷേ മൊത്തം കണ്ടോ ഒരുപാട് നല്ല രസമുള്ള വിശേഷങ്ങൾ വഴിയേ വരുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ, അതായത് അക്ഷയ നന്നായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇതുപോലെ ചെറിയൊരു മിനിക്കോണി നടത്തി തരും, അവളുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിട്ട്. എനിക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എല്ലാം വെച്ചുകൊണ്ട് വിളയാൻ മുടുക്കനായി. ഇനിയുണ്ടാ എടാ ഇത് ലിപ്സ്റ്റിക്കോ? ഓറായില്ലല്ലേ. വാവ്, ഐശ്വര്യ റായിയെ പോലെ ഉണ്ട്. ഐശ്വര്യ റായി ഒന്നായില്ലെങ്കിലും എന്നെ മൊത്തത്തിൽ കാണാൻ വൃത്തിയുണ്ടോ? നല്ല രസമുണ്ട്. ആ മാല എടുത്ത് കാണിക്കുന്നുണ്ട്. പുല്ലുമുട്ടായി എടുത്തിട്ട് പുതച്ച പോലെ ഉണ്ട്. ഒരു സെൽഫി കിട്ടാൻ 10,000 സെൽഫി എടുത്തിട്ട് നിൽക്കുന്ന ഒരു ടീമിനെയാണ് ഞാൻ ആദ്യം കണ്ടത്. എടുത്തോ ഇന്നത്തെ പരിപാടി എന്താ പറയുക? ഇന്ന് അപ്പൂസിന്റെ എൻഗേജ്മെന്റ്, ഒഫീഷ്യലി എൻഗേജ്ഡ് ആവുന്ന ദിവസം. ഇവർ 3 സുന്ദരിമാരുടെ ഇടയിൽ അവന്റെ റോൾ ഇല്ലാണ്ടായി പോയി. 2 കല്യാണ മാനേജർമാർ. ഇത് എന്റെ കല്യാണ മാനേജർ, ഇത് അപ്പൂസിന്റെ കല്യാണ മാനേജർ. ഈ വരുന്ന മുടുക്കനാണ് നമ്മുടെ മണവാളന് ഇന്ന് കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ ആയിട്ട് നമ്മൾ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് കല്യാണമല്ല കേട്ടോ, എൻഗേജ്മെന്റാണ് നടക്കുന്നത്. എൻഗേജ്മെന്റ് ആണെങ്കിൽ പോലും ആളും ബഹളൊക്കെ ആയിട്ട് ഒരു കല്യാണത്തിലുള്ള സെറ്റപ്പോടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ മെയിനായിട്ട് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്ക് ഗംഭീര പന്തലും പരിപാടികളൊക്കെ ആയിട്ട് ഒരു കല്യാണ മേളം തന്നെയാണ് നടക്കുന്നത്. അപ്പൂസിന്റെ എൻഗേജ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം ഇനി ഏത് റേഞ്ച് ആക്കണം? എനിക്ക് റോസാപ്പൂക്ക് കിട്ടിയടാ. ഇതാരത്? ഞാൻ വെച്ചതാരോ. എന്റെ മോനെ, നീ എന്നെ വന്നത് അറിഞ്ഞില്ല. ഞാൻ ആക്ച്വലി നിന്റെ മാസം എൻട്രി പ്രതീക്ഷിച്ചിട്ട് അവിടെ ഇരുന്നത്. ഇത് ആരോ ചായ കൊണ്ട് തന്ന. വധുവിന്റെയും വരന്റെയും ബന്ധുമിത്രാദികളും നാട്ടുകാരും പൗരപ്രമുഖരൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഒരു ചർച്ചയൊക്കെ ആയിട്ടാണ് ഇവരുടെ എൻഗേജ്മെന്റ്. ഇവിടെ എന്താ പരിപാടി മനസ്സിലായോ? ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ടീം ഇരുന്ന് എന്നിട്ട് മറ്റേ മീശമാതല്ല പെണ്ണെ ആ മേശപ്പുറത്തൂടെ തേങ്ങ എടുത്ത് വിട്ടു. തേങ്ങ അതാ ഇനി നടക്കാൻ പോണത്. അതിനാണ് അവിടെ ഇതൊക്കെ വെച്ചേക്കുന്നത്. തേങ്ങ എടുക്കാൻ പോയിട്ടുണ്ട് ഉരുട്ടാനുള്ളത്. ഇനിയിപ്പൊ അപ്പുറത്തായിരിക്കും സായോ കല്യാണം നടത്തുന്നാലിരിക്കും. ശ്രീത്തെ ഡിസംബർ 23 നീ അടുത്ത ആളോട് വന്ന ഇതെല്ലാം നടക്കുമ്പോ അവരവിടെ പഞ്ചാരടിച്ചോണ്ടിരിക്കുന്നു. 23 ഓക്കെ ആണോ? ഡിസംബർ കുഴപ്പമില്ല അല്ലേ? ആ ഡേറ്റ് സെറ്റ് ആക്കാം അല്ലേ? നിനക്ക് ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറെ പണിയൊന്നുമില്ലല്ലോ. രണ്ട് കവിതയൊക്കെ ചൊല്ലിക്കോ, കേറ്റിക്കോ, അതിന്റെ കൂടെ കേറ്റിക്കോ. ഇത്രയും മെഴുകുതിരി കുത്തിവെക്കുമ്പോ തന്നെ ആലോചിക്കണമായിരുന്നു. അങ്ങനെ മഹത്തായ 4 പരിപാടികൾ, 4 വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആണ് കാണാൻ വരുന്നു, ഒന്ന് പെണ്ണ് കാണാൻ പോകുന്നു, ഒന്ന് ഉറപ്പിക്കാൻ പോകുന്നു, ഒടുവിൽ നിശ്ചയം നടന്നിട്ടുണ്ട്. എൻഗേജ്മെന്റും മോതിരം കൈമാറ്റവും അതുപോലെ തന്നെ മധുരം കൊടുക്കലും സമ്മാനം കൊടുക്കലും ഒക്കെ ആയിട്ട് പരിപാടി ഗംഭീരായി. അങ്ങനെ ഒഫീഷ്യലി എൻഗേജ്ഡ് ആയ നിങ്ങൾക്ക് 2 പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരുള്ളൂ. ഒരു കടല് പോലെ കിടപ്പുണ്ട്. ചെന്ന് കയറുന്ന വീട്ടിലായാലും അവിടുന്ന് പോകുന്ന വീട്ടിലായാലും അവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രാധമോൾ, മാതൃകാ രാധമോൾ. ഇത്തവണ നാട്ടിലേക്ക് വന്നത് കംപ്ലീറ്റ്ലി അപ്പൂസ് പാക്ഡ് ആയിരുന്നു. അതായത് അപ്പൂസിന്റെ 4ാമത്തെ പരിപാടിയാണിത്. 4ാമത്തെ ഇതിൽ എൻഗേജ്മെന്റ് നടന്നു. ഇനി ഡിസംബർ 23-ാം തീയതി കല്യാണം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഇനി ഒരുപാട് പരിപാടികൾ അന്നേരം വരാനുണ്ടാവും. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു ദിവസത്തെ പ്രധാന പരിപാടി. ഇനി ബാക്കി ഓൺ ഗോയിങ്ങിൽ കാണാം. എടാ സൂപ്പർ ടീമേ, നിങ്ങൾ വന്ന ഉടനെ സെറ്റായിട്ടങ്ങനെ ഇരുന്ന് മിടുക്കി. എനിക്കും ബിരിയാണിന്റെ മണക്ക കിട്ടുന്ന സമയത്ത് പോയിട്ട് കഴിക്കണമെന്നുണ്ട്. പക്ഷെ അക്ഷയ ചീത്ത പറയും. എൻഗേജ്മെന്റിന് ഒരു വീട്ടിലൊരു പത്രം ഉണ്ടോ എന്നൊരു നോട്ടുണ്ടോ? ഞാൻ വെച്ചെന്തോ കാര്യമായിട്ട് എഴുതാൻ വേണ്ടിട്ടാണ്. കാര്യം മനസ്സിലാക്കിയത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ചു പേർക്ക് മാത്രമാണ് ചൂട് താങ്ങാൻ പറ്റാത്തത്. ഏറ്റവും ത്യാഗിയായിട്ടുള്ള ആളെ ഇവിടെ. നമ്മള് ഏത് നേരത്തെ ഇന്നലെ ഇവിടുന്ന് പോയിട്ട് പുലർച്ചക്ക് അവിടുന്ന് ട്രെയിനൊക്കെ പിടിച്ചിട്ട് ഇത്ര ഉത്തരവാദിത്തോടെ വേറെ ആരുമില്ല. ഇനി എന്നെയും പറയണം കേട്ടോ.
ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് പാപ്പിനിശ്ശേരിയിൽ നിന്ന് ട്രെയിൻ പിടിച്ചെത്തിയ ഫിദ ഫാരിഷിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ട്രെയിനും പിടിച്ച് ഓട്ടോയും പിടിച്ച് പിന്നീട് ഒരു കാറിൽ കയറി വന്ന ഫിദ വന്നു. അതായത് ഇവര് വന്നാലേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് അക്ഷയ് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഫുള്ളായിട്ട് ഉണ്ടായിരുന്ന പൈനാപ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് സായിജ് തീർത്തത് പൈനാപ്പിൾ. നൗ ഇറ്റ്സ് ബിരിയാണി ടൈം. ബിരിയാണി ആയിക്കട്ടെ. കുട്ടി വരുന്നോ ഞങ്ങളുടെ കൂടെ? എൻഗേജ്മെന്റിനും കരച്ചിലുണ്ടാ? അല്ല, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പല്ലേ കരയേണ്ടത്. നീ ഇറങ്ങിയോ? ആ കോസ്റ്റ്യൂമിൽ പാഞ്ഞ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിയ തിരിച്ചോടിയ സ്കൂളിന്റെ ഒക്കെ കളർ നോക്കിയേ. കേരളത്തില് മെസ്സിനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറ്റിക്കാൻ എളുപ്പമാട്ടാ. ഫുള്ള് ഇവിടെ അർജന്റീന ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ പോരെ. ബസ്സൊക്കെ ഇതേ കളറല്ലേ? കേരളത്തിലെ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ ഒക്കെ കളർ അത്. അതുപോലെ തന്നെ സ്കൂളിന്റെ ഒക്കെ പെയിന്റിങ്ങിന് സിമ്പിൾ അല്ലേ? മെസ്സി ഇൻ സ്പാനിഷിൽ പറയാം മെസ്സി. അവരുടെ കളറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങളുടെ സ്വന്തം പാർട്ണറും ഞങ്ങളുടെ ചങ്കുമായ ഫിദ മാഡം ഇന്ന് ഈ ഒരു വീട്ടിൽ താമസിക്കാൻ. ഇത് നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആളുകളാണ് താമസിക്കാൻ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ? അപ്പൂസിന് ശേഷം ഈ വീട്ടില് വ്യത്യസ്തമായിട്ട് ഒരാള് വരുന്നത് ദേ ഇവിടെ ഇരിക്കുന്നു. നിനക്കറിയോ ഞാനിപ്പോ അടുക്കളയിൽ നിൽക്കുന്നത്. ഞാൻ ഫുൾ ടൈം ഇവിടെയുള്ള എല്ലാ പണികളും എടുക്കുന്ന ആളാണ്. പുറത്തുനിന്ന് പറിക്കല്ലേ? ഇവിടെ കറിവേപ്പിലൊക്കെ ആവശ്യപ്പെടുന്ന പുറത്ത് പറിക്കലാണല്ലോ അല്ലേ? അതൊന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. മല്ലിപ്പുഴ ഇവിടെ ആവശ്യം ഉണ്ടാവില്ല. മല്ലിപ്പുഴ മഞ്ഞ കളർ മഞ്ഞ വെളിച്ചെണ്ണ ഇവിടെ കൊപ്പറ ആട്ടിയിട്ട് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഉള്ളത്. അത് അമ്മ എവിടെയോ വെച്ചിട്ടുണ്ടാവും. ഞാനവിടുത്തെ പണി മൊത്തെടുക്കലേ. വെളിച്ചെണ്ണ എവിടെയാ അല്ലെങ്കിൽ അതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ് ചിക്കൻ കറി, സ്വാദിഷ്ടമായ ചിക്കൻ കറി. എണ്ണ ആരാ ചോദിച്ചാൽ എണ്ണ കൊണ്ടുവന്നിട്ടാ. എണ്ണ ഉണ്ടോ? റെഡി ആയിട്ട് വന്നോ സ്പോട്ടില്? അത് പുറത്തുനിന്നാ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ. അത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അതിലൊക്കെ കൈ കടത്തി അമ്മക്ക് ഈ കൊടുക്കും. ഫസ്റ്റ് നെയ്പത്തൽ എണ്ണയില് കുളിക്കുന്നു. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പു പാടത്തു നീ പെയ്തു പോകും മുകിലാണ്. കത്തും വറളി പോൽ ചുട്ടു പഴുത്തൊരാ കുഗ്രാമ ഭൂവിൻ കുളിരാണ്. നീയൊരു കൂട്ടാണ്. ഇതല്ലേ കോതമ്പുമണികൾ? ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളതാ. ഇത് നോക്ക്, നിങ്ങളിവിടെ നോക്ക്. ഇതെന്താ ഇത്? സായു മാരകലൊക്കെ ഇങ്ങോട്ട് തന്നെ. നിങ്ങളുടെ കവിത സായു കൊണ്ടുപോയി ഇതിന്റെ ഇടയിൽ. നോക്ക് ചെക്കനെ നോക്ക് നോക്ക്. ഇതെന്താ പാണ്ടൊക്കെ നോക്കി വെക്കണ്ടേ? പാണ്ടൊക്കെ നോക്ക്. ഇങ്ങനെ അതാ സായ നിന്നെ വെറും അവാർഡാക്കിട്ട് തന്നെ നിർത്തുള്ളൂ എന്നുള്ളതാട്ടോ ഭാവ. ഇങ്ങനെ നിന്നാ മതി. ഇത് മഴയൊക്കെ പെയ്യുന്ന സായിന്റെ ലുക്കിന്റെ ഇടയിൽ നിങ്ങളുടെ കവിതയെ പറ്റി ചോദിക്കാൻ വിട്ടു. ഇത് മറ്റേ ഇതാണോ? അക്ഷര ശ്ലോകാണോ? അത് വേറെ ഗ്രൂപ്പാണോ? അക്ഷര ശ്ലോകം ഒരു ഗ്രൂപ്പില്, കാവ്യകേളി വേറെ ഗ്രൂപ്പില്. കാവ്യകേളിയില് ആശയം പൂർത്തിയാകുന്ന 8 വരി കവിതയാണ് കാവ്യകേളിയിൽ വേണ്ടേ. അതിൽ 5ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് അടുത്തയാൾ തുടങ്ങണം. ഒരു ദിവസം അങ്ങനെ പോവല്ലേ? ഏതൊക്കെ രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു ദിവസം പോകുന്ന നോക്കിയേ. ഒരു ഗ്രൂപ്പിലെ അക്ഷര ശ്ലോകം രാവിലെ മുതൽ രാത്രി വരെ, മറ്റൊരു ഗ്രൂപ്പിലെ കാവ്യകേളി കവിതകള് രാവിലെ മുതൽ രാത്രി വരെ. ഇനി കഥയെങ്ങാനുണ്ടാ? നാരായണീയം. അതെന്താ? എടാ അങ്ങനത്തെ എല്ലാ പുസ്തകവും ഉണ്ട്. ഭഗവത്ഗീത എല്ലാ പുസ്തകവും ഇടിയുണ്ട്. ഇപ്പൊ എല്ലാം ഞാൻ വായിക്കാൻ പഠിക്കല. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മത്സരങ്ങളല്ല, മത്സരങ്ങൾ ഇതുപോലെ ഇത് നടക്കുന്നു രാവിലെ. രാമായണ മാസം തുടങ്ങിയിട്ട് രാമായണമായി എന്നാ അമ്മമ്മക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തൂടെ? എന്നാ അമ്മമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തൂടെ? അമ്മമ്മക്ക് വേണ്ട ഞാൻ പറഞ്ഞു.
4-5 വർഷമായിട്ട് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ടുള്ള ഷിബുക്കുട്ടനെ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് അനന്ത വിഹായസിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടിടാൻ പോവാണ്. സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക്, എന്താ നമ്മുടെ കുളത്തിലേക്ക്. വിഹായസ് ആകാശമല്ലേ? അതന്നെ ഞാനതിന് ഒന്ന് അലങ്കാരികമായി ഉദ്ദേശിച്ചു. ഷിബുവിനെ നമ്മൾ കിണറ്റിലേക്ക് കൊണ്ട് എറിയുന്നു, ഷിബു അവിടെ ഡെഡ് ആവുന്നു, അവന്റെ ആത്മാവ് ആകാശത്തേക്ക് പോകുന്നു. അതായിരിക്കും ഉദ്ദേശിച്ചത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനതാ ഉദ്ദേശിച്ചത്. ഷിബുവിനെ ഇവര് കുളത്തിലേക്ക് ഇടുന്നു, ഷിബു ചാവുന്നു, അതിന്റെ ആയുസ് മേലേക്ക് പോകും. അമ്മയുടെ ക്രൂര കൃത്യമാണ് ഈ ഒരു ഷിബുവിനെ വെള്ളത്തിൽ കളയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മേലേക്കൊക്കെ വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. തവള ഇതിനെ ഉപദ്രവിക്കോ? ഇത് തവളനെ ഉപദ്രവിച്ചെങ്കിലേ ഉള്ളൂ. എടാ ഈ വെള്ളം ആ വെള്ളം കൂടെ ടെമ്പറേച്ചർ സെയിം ആവണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നെറ്റിയാപ്പട്ടിനെ ആർന്ന് പിടിച്ച് ഇവിടെ കയറ് കെട്ടിട്ട് താത്തി വെക്കും. കൊറേ സമയം കഴിയുമ്പോൾ കയറെടുത്തു കയറ് വയറാണത്, കയറല്ല. അത് വലിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അത് വയറാണ്, കയറല്ല. ഈ പ്രഹസനൊക്കെ കണ്ടിട്ട് ഷിബുവിന് തോന്നുന്നുണ്ടാ ഞാൻ തന്നെ ചാടി ചത്തോളാണ്. ഇവിടെ കൊതുക് ബാറ്റുണ്ടാ നിന്നെ കൊന്നു, തല്ലിക്കൊന്നു. ഷിബുവിന് വേണ്ടിയിട്ട് നീ നിന്റെ ജീവൻ ഹോമിക്കരുത് കേട്ടോ. അതിന് ഓന് നീന്തറിയില്ലേ? ഇതിലത് മുങ്ങൊന്നുമില്ല, ആകെ മുട്ടവളേ ഉള്ളൂ. എനിക്ക് നീന്തറിയാം, എനിക്ക് നീന്തറിയാന്ന് വെള്ളത്തിനറിയില്ലോ. ഇത് ആക്ച്വലി ഒരു വലിയ കുളമായിരുന്നു. അത് ആ കുളം കുറച്ചും കൂടി വലുതാക്കാൻ അച്ഛൻ നോക്കിയിട്ട് ലാസ്റ്റ് അത് കിണറായി. ഞാൻ പോയി നോക്കിട്ട് ബക്കറ്റ് മുങ്ങിപ്പോലെ. വെള്ളം നിറഞ്ഞ താഴേക്കൂലേ? ഇപ്പൊ ബക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഏതാണ്ട് അത് ഉള്ളിലേക്ക് പോവാണ്. ഇന്ന് ഈ ഷിബു പുറത്തേക്ക് വരാൻ നോക്കുന്നു. ഷിബുവിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിക്കുകയാണ് ഇപ്പോ. ഷിബു പുറത്ത് വരുന്നില്ല. ഇല്ല, അതിന് താല്പര്യമില്ല, അതിന് പോണമെന്നില്ല. ഇല്ല, അതിന് പോണമെന്നില്ല. സത്യം അതിന് ഭയമാണേ. വെള്ളത്തിന്റെ ചുറ്റും കാണിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു അതിന് താല്പര്യമില്ലേ? അതിന് വലിയ താല്പര്യമില്ല. എന്റെ പ്രഥമ ദൃഷ്ടി അതിന് താല്പര്യമില്ല. അത് പുറത്തിറങ്ങുന്നില്ല. ഞാൻ പറയുന്നത് തിരിച്ചു കൊണ്ടുപോയിക്കോ. ഞാൻ പറയുന്നത് തിരിച്ചു കൊണ്ടുപോയിക്കോ. തിരിച്ചറിക്കോ. കുറച്ചേരം നിക്കാം. പോയാ അടിയിലേക്ക് പോയാ? അയ്യോ പാവം, മുങ്ങിപ്പോയതാണോ? ഇനി വെള്ളം അറിയാത്തോണ്ട് മുങ്ങിപ്പോയതാണോ? നീ ആ ബക്കറ്റ് കുറച്ചാടെ വെച്ചോ, തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കയറണം തന്നെയാണോ? അത് ടാറ്റ പറയാൻ തിരിച്ചു വരുവോ? ഷിബുവിനെ കാണേണ്ടായിരുന്നു നിങ്ങൾക്ക്. എനക്ക് കാണണമെന്നുണ്ടായിട്ടില്ല. ഇനി ഷിബു സ്വാതന്ത്ര്യം നേടിയ ഗാന്ധിജിയാ. സായു ഒന്ന് കുളം കലക്കി നോക്കിയാ മേലേക്ക് വരും നോക്കിയാ പേടിപ്പിച്ചിട്ട് എടുത്തു. ഹാപ്പിയാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഇതിന്റെ ബക്കറ്റ് നോക്കുന്നതായിരിക്കും ഇനി പറയുന്ന പോലെ. ഓക്കേടാ കുട്ടാ. ഞാൻ പറഞ്ഞില്ല ഈ ഏജിക്ക് അല്ലെങ്കിൽ കണ്ണിടില്ല. ഇപ്പൊ നോക്കി കണ്ണട പോലും ഇട്ടിട്ടില്ല. എനിക്ക് വയ്യ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും അതുകൊണ്ട് പിന്നെ ഇതും ഒരു ബന്ധുര കാഞ്ചന കൂടല്ലേ, കുറെ കൂടി വലിയ കൂടാണെന്നല്ലേ ഉള്ളൂ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. അതൊക്കെ പോയിട്ട് തവളകൾക്ക് ചൊല്ലി കൊടുക്കുന്നുണ്ടാവും. ഇത് ആൺകപ്പയാ പോലും കേട്ടോ. ആൺകപ്പക്കാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവുക. ന്യൂ ഇൻഫോ. കപ്പയിലെ ആൺകപ്പേനെ പോലും കണ്ടത്. കപ്പ പപ്പായില്ലേ, അതാണ് സംഭവം. നമ്മുടെ നാട്ടിൽ കപ്പ എന്നാ പറയാ. അങ്ങനെ മഹത്തായ ഷിബു നിമഞ്ജന യജ്ഞം ഇതേ കഴിഞ്ഞു. ഷിബു അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് ഊളിയിട്ടിറങ്ങി. ഇനി തിരിച്ചു വരുമോ അല്ല ഡെഡ് ബോഡി ആവുമോ എന്നൊക്കെയുള്ളത് കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ അറിയാം.